തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 18 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ കൊളോസ്യർ ലേഖനം 3-ാം അധ്യായം 22 മുതൽ 25 വരെയും മത്തായി സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ജീവിതത്തോട് എന്ത് നിലപാടാണ് പുലർത്തുന്നതെന്ന് ഗൗരവമായി വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. സഹനങ്ങളോട്, ജീവിത പ്രയാസങ്ങളോട്, പ്രതിബന്ധങ്ങളോട് ഒക്കെ പുലർത്തുന്ന മനോഭാവം എന്താണ്? ദൈവം നമുക്കായി നൽകുന്ന അവസരങ്ങളായി കണ്ട്, ദൈവം നമ്മെ അയക്കുന്നതായി കണ്ട് അവയെ സ്വീകരിക്കാനും അവയുടെ മേൽ വിജയം വരിക്കാനുമാണോ ശ്രമം? അഥവാ അവയിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനാണോ നമ്മുടെ ശ്രമം? വിശുദ്ധ പത്രോസ് കുരിശിലേക്ക് നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങേക്കിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് വഴിമാറിപ്പോകാം കർത്താവേ എന്ന് വിശുദ്ധ പത്രോസ് പറയും. യേശു സാത്താനെ എന്നാണ് വിളിക്കുന്നത്. നിന്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. സാത്താനെ പിന്നിൽ പോവുക. ജീവിത സഹനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാനുള്ള ഏതൊരു ശ്രമത്തെയും മാനുഷിക ചിന്തയെ പൈശാചിക തിന്മ എന്നാണ് ക്രിസ്തു പേരിട്ട് വിളിച്ചത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. കഷ്ടതയും സഹനമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ തള്ളിക്കളയാനുള്ള മനോഭാവമുണ്ട്. ക്രിസ്തു പോകുന്നത് കുരിശിൻ്റെ വഴിയിലേക്കാണ്. കാൽവരി മലയിലേക്കുള്ള യാത്രയിലാണ്, ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളെ നേരിടുമ്പോൾ, പ്രതികൂലങ്ങളെ നേരിടുമ്പോൾ, സഹനങ്ങളെ നേരിടുമ്പോൾ അത് രക്ഷയ്ക്ക്, മഹത്വത്തിലേക്കുള്ള യാത്രയാണ് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ അയക്കുകയാണ്, ദൈവിക ലക്ഷ്യമാണ്, ദൈവിക പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മാനുഷികത എന്ന പേരിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാനോ മാറിപ്പോകാനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ നിശ്ചയമായും അത് പൈശാചിക തിന്മയുടെ പ്രവൃത്തിയാണ്, അത് രക്ഷയ്ക്കെതിരായ തിന്മയാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. സഹനങ്ങളെ നേരിടുക എന്നുള്ളതിനർത്ഥം എന്താണ്? നാം ചെയ്യുന്ന പ്രവൃത്തികൾ സത്യം പറയുന്നതും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതും സഹനമായി മാറാം. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അത് സഹനമായിട്ട് മാറാം. നമ്മൾ ആനുകാലിക ലോകത്ത് ചിന്തിക്കുക. നമ്മൾ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ, ദളിതർക്ക് വേണ്ടി നിന്നാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും, ജീവിതം അപകടത്തിലാവും. പലപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഒന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കണം. എന്തുകൊണ്ടാണ്? അനീതികൾ കണ്ടിട്ട്, അക്രമം കണ്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്നത്? നമ്മൾ വിചാരിക്കുകയാണ് കുഴപ്പത്തിനൊന്നും പോകണ്ട, സ്വജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവനെ നഷ്ടപ്പെടുത്തും, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് അത് നേടുമെന്ന് പലവട്ടം ക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വഴിയിൽ നിന്ന് മാറി നടക്കുന്നത്? അവിടുത്തെ കാര്യം ഇതാണ്. വിവേകമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ യാത്രയിൽ നിന്ന് മാറി നടക്കാനായിട്ട് ആലോചിക്കും. ദൈവം നമ്മളെ ഒരു സാഹചര്യത്തിനകത്ത് കൊണ്ടുവരാൻ, നേരിടാനായി ഒരു പ്രതികൂലത്തിന് മുൻപിൽ കൊണ്ടുവരാൻ. ആ പ്രതികൂലത്തെ നാം എങ്ങനെ നേരിടും? ആ പ്രതികൂലത്തിൽ നാം അപരദ്രോഹമല്ലാതെ അവരന് വേണ്ടി നിലകൊള്ളുന്ന മനോഭാവത്തോടെ അതിനെ നേരിടുമെങ്കിൽ നിശ്ചയമായും സഹനമായിരിക്കും പ്രതിഫലം. ആ സഹനമാകുന്ന പ്രതിഫലം രക്ഷയുടെ ഔന്നിത്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതം രക്ഷാകരമായിട്ട് മാറും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവിത സഹനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ അതിനെ നേരിടാൻ, ഗൗരവപൂർവ്വം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിടാനും, ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെയും വേദനകളെയും ക്രിസ്തുയാഗത്തോടൊപ്പം സ്വീകരിക്കാനും, അങ്ങനെ കൊള്ളുന്ന അടികളൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് കൊള്ളുന്നതെന്ന് പരമാർത്ഥം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും കഴിയുമെങ്കിൽ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും പ്രസംഗമധ്യേ പറയും, മിസ്റ്റർ ലോറൻസ് ഒരു പുറം കരിഞ്ഞപ്പോൾ മറുപുറം കരിക്കണമേ എന്ന് പറഞ്ഞു. ക്രിസ്തു അടികൊണ്ടപ്പോൾ എതിർത്തില്ല, ഓടിപ്പോയില്ല. മിസ്റ്റർ പൗലോസ് തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് ആ വഴിയിൽ നിന്ന് മാറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, നിങ്ങളോ? ഞാൻ ആ വഴിയേ പോകില്ല. അതിനുള്ള ശ്രമമാണ്. നമ്മളിപ്പോൾ കുരിശ് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനകളിലും പ്രയത്നങ്ങളിലുമാണ്. കുരിശുകൾ മാറിക്കിട്ടാൻ, അപകടരഹിതമായി ജീവിക്കാൻ. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടവ് തട്ടാതെ കാത്തു സൂക്ഷിക്കണം ഈ ജീവിതമെന്ന ചിന്തയാണ്. ഇത്തരത്തിലാണ് നമ്മുടെ ജീവിതം. ഇത് അപകടകാരിയായ ഒരു അബദ്ധമാണെന്നാണ് വചനം പറയുക. നമ്മൾ കർത്തൃസന്നിധിയിലാണ് ജോലി ചെയ്യുന്ന ഓർമ്മ വേണം. നമ്മൾ ഈ ലോകത്തെ ആളുകളെ പ്രീതിപ്പെടുത്താനാവരുത്. ലേഖനഭാഗത്ത് കൊളോസ്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലൗകിക യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാകരുത്, ജോലി ചെയ്യുന്നത് കർത്താവിനെ പ്രീതിപ്പെടുത്താനാകണം. എൻ്റെ ഓർമ്മയിൽ
ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ എന്നോട് പിന്നീട് പങ്കുവച്ച അനുഭവമാണ്. അല്പകാലമേ ഭൂമി ജീവിക്കുള്ളൂ, അല്പകാലം. ഉള്ള കാലത്ത് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യണം, ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്യണം. ഏൽപ്പിക്കപ്പെട്ട എന്താണ്? അത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളലാണ്, സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പലാണ്, മറ്റുള്ളവരെ സഹായിക്കലാണ്, വീഴുന്നവനെ താങ്ങലാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരമായി ജീവിക്കലാണ്, മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായി ജീവിതമർപ്പിക്കലാണ്, സഹിക്കലാണ്, പ്രാർത്ഥിക്കലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ കഷ്ടം പിടിച്ചൊരു ജീവിതം എന്ന് വിചാരിക്കേണ്ട. ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഔന്നത്യത്തിലേക്കാണ്. അപ്പോൾ അല്പകാലമേ ഭൂമി ജീവിതമുള്ളൂ. അപ്പോൾ ധ്യാനത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരു വെൽഡിംഗ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പൈലിംഗ് സെക്ഷനാണ്. ആ പൈലിംഗ് സെക്ഷനിൽ റിങ് വളയ്ക്കണം. അപ്പോൾ എല്ലാ ദിവസവും 36 റിങ് വളച്ച് ചേട്ടൻ്റെ പണി തീരും. അപ്പോൾ ഈ റിങ് വളച്ച് തരുന്നപ്പോൾ വൈകുന്നേരവും ഇത് വളച്ച് പതുക്കെ വളയ്ക്കുള്ളൂ. വളച്ച് റിങ് വളച്ച് കഴിയുമ്പോൾ വൈകുന്നേരവും. ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ 11:30 മണിയായപ്പോൾ ഈ 36 റിങ് വളച്ച് കഴിഞ്ഞു. പിന്നെയും വളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിനക്ക് വട്ടുണ്ടോ? അപ്പോൾ ചോദിച്ചു, നാളെ ഞാൻ വളയ്ക്കാനില്ലെങ്കിലോ? ഉള്ള സമയത്ത് നമ്മൾ ഇന്ന് എന്നൊരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസം ക്രിസ്തുവിനെ പ്രതി എങ്ങനെ അർപ്പിക്കാൻ കഴിയുമെന്നതാകണം നമ്മുടെ ചിന്ത. ഈ ദിവസം എങ്ങനെ കർത്താവിനൊരു യാഗമായിട്ട് അർപ്പിക്കാൻ കഴിയും, അവരന് വേണ്ടി എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അങ്ങനൊരു ചിന്ത ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും, ജീവാർപ്പണം തീഷ്ണതയുള്ളതാകും. അങ്ങനെ ക്രിസ്തു കുരിശിലേക്ക് നടന്നു നീങ്ങുന്നത് പോലെ ജീവിത ക്ലേശങ്ങളുടെ മീതെ നടന്നു നീങ്ങാൻ, അങ്ങനെ ആ ക്ലേശങ്ങളിൽ മരിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷിയാകാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു ബോധ്യത്തോടെ നാം ജീവിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവിൽ നമുക്ക് സമ്മാനം ലഭിക്കാതിരിക്കുകയില്ല എന്ന് വചനം കൊളോസ്യർ ലേഖനം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം പ്രയത്നം പാഴായി പോകില്ല, അർത്ഥപൂർണമാണ്, കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കും. ജീവിതത്തിൽ മറ്റാർക്ക് വേണ്ടി എന്തു ചെയ്യുമ്പോഴും അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണെന്ന് പരമാർത്ഥം ഓർത്തുകൊണ്ട് ഹൃദയപരമായ ഉറപ്പോടെ തീഷ്ണതയോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കും, അതേപോലെ തന്നെ നന്മ ചെയ്യുന്നവർക്ക് ദൈവസന്നിധിയിൽ പ്രശംസ ലഭിക്കും, അവിടുന്ന് പ്രതിസമ്മാനിക്കും. ഉറപ്പോടെ നമുക്ക്, വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ വഴി യാത്ര ചെയ്യാൻ പറ്റണം, ജീവിതം അർപ്പിക്കാൻ പറ്റണം. അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.